ഓ, എന്നാലും എന്റെ ആദ്യേട്ടാ, ഇന്ന് തന്നെ ഒക്കെ തീരുമാനമാക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. താടിയിൽ കൈവച്ച് കുഞ്ഞാറ്റയുടെ കയ്യിലെ വളയിൽ തലോടി മൈന പറഞ്ഞു. ഇന്ന് അതുലിന്റെ വീട്ടുകാർ വന്ന് കുഞ്ഞാറ്റയെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അവന്റെ അമ്മ വന്നപ്പോ തന്നെ ഒരു വള അവളുടെ കയ്യിൽ അണിയിച്ചു. ജാതകപ്പൊരുത്തമൊക്കെ നോക്കിയിട്ടാണ് അവർ കാണാൻ വന്നത്. ഒരു മാസത്തിനുള്ളിൽ വിവാഹം നടത്താമെന്ന് തീരുമാനിച്ചിട്ടാണ് എല്ലാരും പോയത്. വയനാട്ടിൽ നിന്നും അതുലിന്റെ അച്ഛൻ ശേഖരന്റെയും അമ്മ സുന്ദരയുടെയും ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഇവിടെയും തേവരക്കിലുള്ളവരും രാജീവും കുടുംബവും അലീനയും കുടുംബവും ഒക്കെ ഉണ്ടായിരുന്നു. സാറിന് ഭയങ്കരമായിട്ടും ദേഷ്യം വരുന്നെന്നാണ് അവിടുത്തെ അമ്മ പറഞ്ഞത്. നീ അങ്ങനെ ദേഷ്യപ്പെട്ട് സാറിനെ കണ്ടിട്ടുണ്ടോ മൈനെ? കുഞ്ഞാറ്റ അതിനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള വ്യഗ്രതയോട് ചോദിച്ചു. അതെ, ആദ്യേട്ടന്റെ അത്രയ്ക്ക് ദേഷ്യമൊന്നുമില്ല. അതുൽ സാറിന് പിന്നെ ഈ ചേച്ചി പെണ്ണ പാവല്ലേ, അതുകൊണ്ട് സാറിന് ദേഷ്യം ലഭിക്കില്ലല്ലോ. അപ്പൊ സാറിന് ദേഷ്യമേ വരില്ല പോരെ? മൈന കുഞ്ഞാറ്റയോട് പറഞ്ഞു. ചേച്ചി ഇപ്പൊ സാറിന്റെ നമ്പർ കിട്ടിയില്ലേ, അപ്പൊ ചേച്ചിക്ക് സാറിനോട് സംസാരിക്കാം. അങ്ങനെ പതിയെ അടുപ്പമൊക്കെ വന്നോളൂ. പേടിക്കേണ്ട ചേച്ചി, സാർ പാവാണ്. തുമ്പയ്ക്ക് സാറിനെ കുറിച്ച് നല്ലതേ പറയാനുള്ളൂ. എന്തായാലും ഏട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ട്, അതായത് നന്നായി. എന്റെ കല്യാണത്തിന് മുന്നേ നിന്നെ പറഞ്ഞു വിട്ടാലോ എന്നാടി എന്റെ ആലോചന. നീ എങ്ങാനും എന്റെ തുമ്പപ്പൂവിനോട് പോരെടുക്കാൻ നിന്നാലോ? ഇതൊക്കെ കേട്ട് അങ്ങോട്ട് വന്ന് ആദ്യം പറഞ്ഞു. ഒന്ന് പോയാതിയേട്ടാ, എന്റെ തുമ്പിടി ഞാൻ പോരെടുക്കോ? എന്റെ നാത്തും പാവല്ലേ, ഒരു പൂച്ചക്കുട്ടിയെ പോലെ പതുങ്ങിയിരിക്കുന്ന പാവം തുമ്പ. തുമ്പയുടെ കവളിൽ പിടിച്ചുകൊണ്ട് കുഞ്ഞാറ്റ പറഞ്ഞു. പതിയെ പിടിച്ചു വലിക്കടി, അവൾക്ക് നോവും. അയ്യോടാ കൊള്ളാലോ, ഒന്ന് പതിയെ പിടിച്ച കൊച്ചിന് നോവുമെന്ന് എന്റെ പൊന്നോ മതി. കുഞ്ഞാറ്റ ആദ്യം നോക്കി കണ്ണോട്ടി. അതെ, കുഞ്ഞാറ്റയുടെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ആലിക്കുട്ടിനെ ഞങ്ങൾ ജോയിലിനൊപ്പം കെട്ടുകെട്ടിക്കും കേട്ടോ. അലീന പറഞ്ഞു കേൾക്കെ ആലിയയുടെ മുഖം നാൺതളിച്ചു വന്നു. അകത്ത് കാണുന്നതും എല്ലാരും കൂടെ അവളെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. ആലിയെ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യനാണ് ജോയൽ. ആള് ബാംഗ്ലൂര് ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ആഹാ, എത്ര കല്യാണമാണപ്പോ? അതിനൊക്കെ ഡ്രസ്സും എടുക്കണം. മൈന കണക്ക് കൂട്ടി. അതെ, നീ എന്ത് ഡ്രസ്സാണ് എടുക്കുന്നത്? ജീൻസും ടീഷർട്ടും അല്ലാതെ ഒന്നും നിനക്ക് പിടിക്കില്ലല്ലോ. ആലിയെ മൈനെ കളിയാക്കി. എടി ആലിക്കുട്ടി, അവൾക്ക് ആ വേഷമാണ് ഇഷ്ടം. അപ്പോ അവൾക്കും ഇഷ്ടമുള്ളത് ഇരട്ടെ, അതല്ലേ നല്ലത്? ആ, അതും നല്ലതാ, ആലിയെ സമ്മതിച്ചു. ആദ്യം പറഞ്ഞു കേട്ട് ആലിയെ തലയാട്ടി സമ്മതിച്ചു. എന്നാലും കെവിൻ വന്നില്ലല്ലോ. എന്റെ ഒരു ആവശ്യത്തിന് വിളിച്ചിട്ടും കുഞ്ഞാറ്റ ആരോടൊന്നില്ലാതെ പറഞ്ഞു. നയനിപ്പോ കുഞ്ഞാറ്റ ചോദിച്ചതിന് മറുപടി കേൾക്കാനുള്ള ആകാംക്ഷയുടെ ചെവി വട്ടം പിടിച്ചു. അവനിന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ്. അവൻ വന്നാ അങ്കിളിന് വരാൻ പറ്റില്ല. അതാടി ചേച്ചി പെണ്ണെ, നീ പിണങ്ങല്ലേ? ആലിയ കുഞ്ഞാറ്റയുടെ മടിയിൽ ചാഞ്ഞു കിടന്നു പറഞ്ഞു. അതെ, എന്റെ തൊമ്പയ്ക്ക് കല്യാണം എന്ന് പറയുമ്പോ പേടിയുണ്ടോ? കുഞ്ഞാറ്റ അവളുടെ കാതരം പതിയെ ചോദിച്ചു. എന്തിന് എന്നെ കല്യാണം കഴിക്കുന്നതും പിന്നെ എന്നും എന്റെ കൂടെ ഉള്ളതും എന്റെ അച്ചേട്ടനല്ലേ? ഞാനെന്തിനാ എന്റെ അച്ചേട്ടനെ പേടിക്കുന്നേ? തുമ്പയുടെ മുഖത്ത് ആദ്യമായിട്ടുള്ള സ്നേഹവും വിശ്വാസവും നിറഞ്ഞു. ചേച്ചിയും പേടിക്കാതെ അതുൽ സാറിനെ വിളിക്കണം, സംസാരിക്കണം. അപ്പോ പേടിയൊന്നും ഉണ്ടാവില്ല. തുമ്പയും രഹസ്യം പോലെ പറഞ്ഞു. എന്നാ ഇതൊക്കെ കേട്ട് ദിവാനിൽ കണ്ണുകൾ അടച്ചു കിടന്ന ആദ്യയുടെ ചുണ്ടിൽ ചിരി തിരിഞ്ഞു. ഒപ്പം മനസ്സ് മാർദ്രമായി മൊഴിഞ്ഞു. എന്റെ തുമ്പപ്പൂവേ. അന്ന് രാത്രിയായപ്പോൾ കെവിനും വന്നു. അന്ന് എന്തുകൊണ്ടോ ഒരു നോട്ടം കൊണ്ട് പോലും മൈന അവനെ ശ്രദ്ധിച്ചതേയില്ല. ആണുങ്ങൾ എല്ലാവരും കൂടി രാത്രിത്തെ പാചകം ഏറ്റെടുത്തു. കപ്പയും ചിക്കൻ കറിയും മീൻ വറുത്തതും ചോറും ചപ്പാത്തിയും ബീഫും ഒക്കെ ഉണ്ടാക്കി കൂടെ വെള്ളമടി പാർട്ടിയും. മഹിയാണെങ്കിൽ പണ്ട് ഗൗരിക്ക് സത്യം ചെയ്ത് കൊടുത്തതിൽ പിന്നെ കഴിക്കാറില്ല. എന്നാൽ ആദിയും കെവിനും അശ്വിനും ഒക്കെ ചേർന്ന് ബിയർ കഴിക്കും. കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തുമ്പയെ കൊഞ്ചിക്കണം. ആദിക്ക് അത് കാണുമ്പോഴൊക്കെ മഹി പറയും, ആദി തന്തയ്ക്ക് പിറന്നവനാണെന്ന്. ഈ സമയം ശംഭുവിന്റെ തനി പകർപ്പാണ് അവൻ. എല്ലാരും കൂടി തറയിലിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. കിച്ചണിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ നീളത്തിൽ തിണ്ണ കെട്ടിയിട്ടിട്ടുണ്ട്. അവിടെ നിന്ന് നിരന്നാണ് കഴിക്കുകയാണ് എല്ലാരും കൂടെ. തുമ്പേ, അച്ചേട്ടന് തുമ്പപ്പൂവേ ഇങ്ങ് വന്നേടി. എന്റെ പൂവിന് ബീഫല്ല ഇഷ്ടം, വാ അച്ചേട്ടൻ തരാം, വാ. ബീർ അടിച്ചു കഴിഞ്ഞതൊരു ചെക്കൻ ഫോമിലായി. ഇനി നേരത്തെ പറഞ്ഞ പോലെ തുമ്പയെ കൊഞ്ചിക്കണം. ഇതൊക്കെ കാണേ ഇതുപോലെ ഒരു പാതിയായിരിക്കണം തങ്ങൾക്കും കിട്ടണേന്ന് ആഗ്രഹിച്ചു പോയി മറ്റു പെണ്ണുങ്ങളും. ചിലടി അങ്ങോട്ട് ചെന്ന് വാങ്ങടി, നിന്റെ ആച്ചേട്ടൻ നിനക്ക് സ്പെഷ്യലൊക്കെ വെച്ചിട്ടാ വിളിക്കുന്നത്. കുഞ്ഞാറ്റ തുമ്പയെ കളിയാക്കി. എനിക്ക് വേണ്ട ചേട്ടാ, എന്റെ പ്ലേറ്റിൽ ഇതാ നോക്കിക്കേ, നിറയിരിക്കുക. പ്ലേറ്റ് മുന്നിലേക്ക് നീട്ടി ആദ്യയെ കാണിച്ച തുമ്പ പറഞ്ഞു. അത് സാരില്ല, ഇങ്ങ് വാ ചേട്ടന്റെ തുമ്പപ്പൂവ്. വീണ്ടും ആദ്യ വിളിച്ചതോടെ തുമ്പ പതിയെ എഴുന്നേറ്റും അവന്റെ അരികിൽ ചെന്നിരുന്നു. ഈ കാട്ടിയ തുമ്പേ. ആദ്യ വാ തുറന്ന് കുട്ടികളെ ഊട്ടുന്ന പോലെ കാണിച്ചു. തുമ്പ അതുപോലെ വായ തുറന്നത് അവൻ കയ്യിലിരുന്ന ഒരു ബീഫും ചപ്പാത്തിയും അവളുടെ വായിലേക്ക് വെച്ച് കൊടുത്തു. കൊള്ളാമോ തുമ്പപ്പൂവേ, ഇഷ്ടായോ? 2-3 വാ കഴിച്ചത് മാതി ചോദിച്ചു. കൊള്ളാം, ഞാനിനി അവിടെ കൂടെ പോയിരുന്ന് കഴിക്കാൻ ചേട്ടാ.
തുമ്പ പാവം പോലെ അവനെ നോക്കി. പോയിരുന്ന് കഴിച്ചോ. ആദ്യം പറഞ്ഞെങ്കിലും പിന്നെ തുമ്പ പോകാതെ അവനൊപ്പം തന്നെ ഇരുന്ന് കഴിച്ചു കഴിഞ്ഞതോടെ എല്ലാവരും പോകാനിറങ്ങി. മഹിക്കൊപ്പം ആദ്യം ഇറങ്ങി. എടാ നാളെ പോയപ്പോരെ മഹി? ശംഭു ചോദിച്ചു. പോണമെടാ, നാളെ നിങ്ങൾ അങ്ങോട്ട് വന്നേക്ക്, മഹി പറഞ്ഞു. എടാ നോക്ക്, നിനക്ക് മുൻപ് ആദ്യമാണ് മുന്നിൽ നിൽക്കുന്നത്. കാറിൽ മഹാദേവനെയും മിനിയെയും കൊണ്ടിരുത്തിയ ആദി. മഹിപ്പ, നിങ്ങൾ കാറിൽ പൊയ്ക്കോ, ഞാൻ എൻ്റെ വാഹനത്തിൽ വന്നോളാം. ആദ്യം അവന്റെ പ്രിയപ്പെട്ട ബുള്ളറ്റിൽ തലോടി പറഞ്ഞു. വേണ്ട അച്ചേട്ടാ, അച്ചേട്ടൻ്റെ വണ്ടി ഓടിക്കാൻ സമ്മതിക്കേണ്ട. മൈനെ, നീ അച്ചേട്ടൻ്റെ കൂടെ വരുമോ? നിനക്ക് ബുള്ളറ്റ് ഓടിക്കാൻ അറിയാലോ. തുമ്പയ്ക്ക് അവനെ ഒറ്റയ്ക്ക് വിടാൻ എന്തോ ഒരു വിഷമം പേടിയോ ഒക്കെ തോന്നി. ഞാൻ പോവാടി, ഇനിയിപ്പോൾ അതോർത്ത് നീ കണ്ണ് നിറയ്ക്കേണ്ട, മൈന ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മഹി കാർ ഓടിച്ചു പോയതും ആദ്യയുടെ ബുള്ളറ്റ് എടുത്തു വന്ന മൈന ആദ്യം പിന്നിൽ കയറി എല്ലാരെയും നോക്കി കൈ വീശി. ആദ്യം മൈന ബുള്ളറ്റ് വീട്ടിലേക്ക് വിട്ടു. ഇതേ സമയം കെവിനാകട്ടെ മൈന മൈൻഡ് ചെയ്യാതെ പോയതോടെ മുഖം വെറുപ്പിച്ച് പല്ല് കടിച്ചു വിളിച്ചു. അഹങ്കാരി. വീട്ടിൽ ആദ്യം മൈനയും എത്തുമ്പോൾ മഹിയൊക്കെ കാറിൽ നിന്നും ഇറങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്ര വേഗം ഇങ്ങെത്തിയോ? നിനക്കൊന്ന് പതിയെ വണ്ടി ഓടിച്ച പോരെ മൈനെ? മിനി ചോദിച്ചത് മൈന ഒന്ന് ചിരിച്ചു കാണിച്ചു. അല്ലെങ്കിലും വണ്ടി കണ്ടാൽ ആദ്യം മൈനയും വണ്ടി ഓടിക്കുമല്ലോ, പറപ്പിക്കുമല്ലേ? ഗൗരിയും മിനിയെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ട് അകത്തേക്ക് പോയി. ഗൗരിമ ആദ്യോട് പിണങ്ങിയോ? റൂമിൽ ചെന്ന് ബെഡിലിരുന്ന ഗൗരിക്ക് അരികിൽ വന്നിരുന്നു ആദ്യ ചോദിച്ചു. ഗൗരി ഒന്നും മിണ്ടാതെ വാതിൽക്കൽ വിഷമത്തോടെ നിൽക്കുന്ന തുമ്പയെ നോക്കി. പറയ ഗൗരിമ, മിണ്ടൂലേ? ഞാൻ ഗൗരിയമ്മയുടെ ആദ്യല്ലേ? ഗൗരിയുടെ തോൾ ചാഞ്ഞിരുന്നു അവൻ, ആ പഴയ 3.5 വയസ്സുകാരനായി. ഗൗരിമ പ്ലീസ് എന്നോട് മിണ്ട്, ഇല്ലെങ്കിൽ എനിക്കൊന്ന് ഉറങ്ങാൻ പറ്റില്ല, വല്ലാത്ത സങ്കടമാകും. ആദ്യ വീണ്ടും ഗൗരിയോട് കെഞ്ചി. അതി നീ ചെന്ന് കിടക്കാൻ നോക്ക്, നീയും പോയി കിടന്നു തുമ്പേ. ഗൗരിയുടെ മുഖത്തെ ദേഷ്യവും ആദ്യയുടെ മുഖത്തെ പാവത്വവും കണ്ട് മൈനയും മഹിയും പരസ്പരം നോക്കി ചിരിച്ചു. ഗൗരി പോയി കിടക്കാൻ പറഞ്ഞതോടെ തുമ്പ നിൽക്കണോ പോണോ എന്ന സംശയത്തിൽ ഗൗരിയെ നോക്കി. അമ്മ. തുമ്പ പതിയെ ഗൗരിയുടെ അടുത്ത് വന്ന് വിളിച്ചു. അവൾ മുഖമുയർത്തി എന്തെന്നപ്പോൾ തുമ്പയെ നോക്കി. അതുപോലെ ആദ്യം അവളെ നോക്കി. അമ്മ, അച്ചേട്ടനോട് പിണങ്ങല്ലേ? മിണ്ടാമെന്ന് പറയേ, പാവല്ലേ അച്ചേട്ടൻ? തുമ്പ കണ്ണു നിറച്ചും ഗൗരിയെ നോക്കി. എഴുന്നേറ്റ് പൊയ്ക്കോ, രണ്ടും എന്റെ കൺമുന്നിലും. നീ ഇത്ര പാവമാവരുത്തുമ്പേ. നിന്റെ മുന്നിൽ ഇരുന്നല്ലേടി ഇവൻ ആ ബിയർ മൊത്തം വലിച്ചു കയറ്റിയത്? എന്നിട്ട് നീ അത് നോക്കിയിരുന്നു അല്ലേ? ഇവനോട് അത് വേണ്ടെന്ന് നീ പറഞ്ഞോടി? ദേഷ്യത്തിൽ ചാടി എന്നിട്ട് തുമ്പയുടെ ചുവലിൽ ആഞ്ഞൊരടി കൊടുത്തു ഗൗരി. അടി കൊണ്ടതും വേദന കൊണ്ട് തുമ്പ കരഞ്ഞുപോയി. ആദ്യ ചാടി പിരണ്ടെഴുന്നേറ്റ് തുമ്പയെ നെഞ്ചിലേക്ക് വലിച്ചു ചേർത്ത്. ഗൗരി, മഹി ദേഷ്യത്തിൽ വിളിച്ചുകൊണ്ട് റൂമിനകത്തേക്ക് കയറി. കൂടെ മൈനയും. ഗൗരിമ, ഞാൻ ചെയ്ത തെറ്റിന് എന്റെ കൊച്ചിനെ നോവിക്കണ്ടായിരുന്നു. അച്ഛൻ്റെ തുമ്പ പൊയ്ക്കോ, പോയി കിടന്നോ. ആദ്യം ഗൗരിയോടും പിന്നെ തുമ്പയോടുമായി പറഞ്ഞിട്ട് ആദ്യം മൈനെ നോക്കി. നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ പോലെ മൈന വിങ്ങിക്കരന്ന് തുമ്പയെ ചേർത്ത് പിടിച്ച് റൂമിലേക്ക് കൊണ്ടുപോയി. വേണ്ടായിരുന്നു ഗൗരിമ, എന്റെ തുമ്പയെ നോവിക്കണ്ടായിരുന്നു. ആദ്യ വേദനയോടെ പറഞ്ഞു. അതി എന്റെ തുമ്പ പാവാണ്, അതിലുപരി അതിന് ജീവിതം എന്തെന്നറിയില്ല മോനെ. അപ്പോൾ അവൾക്ക് വേണ്ടി പറയാൻ ഞാനേ ഉള്ളൂ. നീ ഇങ്ങനെയൊക്കെ കഴിക്കുന്നത് നിന്റെ ഗൗരിമയ്ക്ക് ഇഷ്ടമല്ല കുഞ്ഞെ, അത് നിനക്കും അറിയാം ഇല്ലേ? നിന്റെ മഹിപ്പ കഴിക്കുന്നതും എനിക്കിഷ്ടമല്ലായിരുന്നു. പേടിയായിരുന്നു മഹിയേട്ടൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന്. അതുകൊണ്ടാണ് മഹിയേട്ടൻ അത് മതിയാക്കിയത്. അതെന്നെ പേടിച്ചിട്ടല്ല, എന്നുള്ള സ്നേഹം തന്നെയാണ്. നമുക്കിതൊന്നും വേണ്ട മോനെ. നാളെ ഒരു കാലത്ത് എൻ്റെ വളർത്തു ദോഷമാണ് ഇതെന്ന് കൂടെ കാണുന്നവർ പറയും. ഇനി ഉണ്ടാവില്ല ഗൗരിമ, സോറി. ഇനി ഇത് ആദ്യം ഒരിക്കലും ആവർത്തിക്കില്ല. ഒന്ന് പിണക്കം മാറ്റോ ആദ്യ കൊഞ്ചി. എനിക്ക് പിണക്കമൊന്നുമില്ലായിരുന്നു, വിഷമം തോന്നി. വണ്ടി പോലും ഓടിക്കാൻ വയ്യാതെ ആയല്ലോ എന്നോർത്ത് നീ ചെന്ന് കിടന്നോ. എന്നാലും എൻ്റെ പൂവിനെ നോവിക്കണ്ടായിരുന്നു. ഗൗരിയുടെ കള്ളൊരു ഉമ്മയും കൊടുത്ത് തനിയെ പിറുപിറുത്തുകൊണ്ട് തുമ്പിയുടെ മുറി ലക്ഷ്യമാക്കി നടന്നു ആദി. തുമ്പിയുടെ റൂമിന്റെ മുന്നിലെത്തിയപ്പോൾ ആദ്യം നനഞ്ഞ കണ്ണും മുഖവും അമർത്തി തുളച്ചു. പിന്നെ ചാരി വെച്ചിരുന്ന വാതിൽ തുറന്ന റൂമിനകത്ത് കയറി. കിടക്കിൽ ഒരു വശം ചെരിഞ്ഞ് ഒരു കാല് കുറച്ച് ഉയർത്തി വെച്ച് കിടപ്പുണ്ട് പെണ്ണ്. ഉറങ്ങിയെന്ന് തോന്നും. മൈനെ അടുത്തിരുന്ന് അവളെ തലയിൽ തലോടുന്നുണ്ട്. ആദ്യ തുമ്പയുടെ വീട്ടിൽ വന്നിരുന്നു. തുമ്പപ്പൂവേ, ആ ചേട്ടൻ്റെ കുഞ്ഞു ഉറങ്ങിയോടി? എൻ്റെ പൊന്നാദ്യടാ. അവൾ ഉറങ്ങി. വെറുതെ അതിനെ തല്ലും കിട്ടി പാവം. മൈനെ തുമ്പയുടെ ചുമലിൽ പതിയെ തലോടിക്കൊണ്ട് പറഞ്ഞു. നീ പൊയ്ക്കോ മൈനെ, എൻ്റെ പൂവിനെ ഞാൻ നോക്കിക്കൊള്ളാം. തുമ്പയ്ക്കരികിലേക്ക് ചാഞ്ഞു കിടന്ന ആദ്യം മൈനയോട് പറഞ്ഞു. ഒന്ന് മൂളിക്കൊണ്ട് മൈന അവളുടെ റൂമിലേക്ക് നടന്നു. വാതിൽ എത്തിയിട്ട് അവളെ തിരിഞ്ഞു നോക്കി. തുമ്പയ്ക്കരികിൽ ചേർന്ന് അവളെ ചുറ്റിപ്പിടിച്ച് കിടക്കുന്ന ആദ്യ കണേ മൈനയുടെ മുഖത്തൊരു ചിരിയുണ്ടായി. ഇതുപോലെ എൻ്റെ തുമ്പയെ കൊഞ്ചിക്കാനും ലാളിക്കാനും പ്രണയിക്കാനും ഒക്കെ നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല മനുഷ്യ. അവരെ നോക്കി തന്റെ റൂമിലേക്ക് പോയ മൈനയുടെ മനസ്സ് മൗനമായി മുഴിഞ്ഞു. രാത്രി എപ്പോഴും ഉണരുമ്പോൾ തന്റെ നെഞ്ചിൽ ഒട്ടിപ്പിടിച്ച കഴുത്തിൽ മുഖം അമർത്തി വെച്ച് കിടക്കുന്ന തുമ്പയെ കണി അവന്റെ ചുണ്ടിൽ ചിരി തെളിഞ്ഞു. അവളെ ചുറ്റിപ്പിടിച്ച് വീണ്ടും കണ്ണുകൾ അടച്ചു ആദി. അച്ചേട്ടാ, അച്ചേട്ടാ, എന്നെ ഒന്ന് വിടുവോ അച്ചേട്ടാ? എനിക്ക് ക്ലാസ്സിൽ പോകാനുള്ളതാണ്.
രാവിലെ വിടാന്നിട്ടും തുമ്പയെ വിടാതെ ചുറ്റിപ്പിടിച്ച് കിടക്കുന്ന ആദിയുടെ കൈ വിടുവിക്കാൻ നോക്കുവാണ് അവൾ. എവിടെ? ചെക്കം വല്ലാത്തൊരു പിടിയാണ് പിടിച്ചിരിക്കുന്നത്. കുറെ നേരം എഴുന്നേൽക്കാനും അവന്റെ കൈക്കുള്ളിൽ നിന്ന് പുറത്തു കടക്കാനും നോക്കിയിട്ടും പറ്റാതെ ഒടുവിൽ അടങ്ങിക്കിടന്ന തുമ്പപ്പൂവേ, അവളുടെ കവളിൽ വിരൽ ഓടിച്ച് ആദി വിളിച്ചു. തുമ്പ മോളി, എന്റെ പൂവിന് പിറന്നാൾ എന്ത് സമ്മാനം വേണം? ഒന്നും വേണ്ട, അച്ഛൻ എന്റെ കൂടെ ഉണ്ടായാൽ മതി. ആദ്യയുടെ വിരൽ ആ നീണ്ടു മിരിഞ്ഞ കഴുത്തിലൂടെ ഒന്നൊഴിഞ്ഞു. ഇക്ലിയോടെ തുമ്പ കഴുത്ത് വെട്ടിച്ചു. അച്ചേട്ടാ, മിണ്ടാതിരുന്നോ? വേണ്ട അച്ചേട്ടാ. തുമ്പ ചിടങ്ങി. പറയേ, അച്ചേട്ടന്റെ പൂവിന് എന്താ വേണ്ടത് സമ്മാനമായി? തുമ്പ അവന്റെ നെഞ്ചിൽ നിന്ന് മുഖമയർത്തി അവനെ നോക്കി. കണ്ണിലും മുഖത്തും വിരൽത്തുമ്പിൽ പോലും പ്രണയം നിറച്ചൊരുവൻ. ആ പ്രണയ ചുടലിൽ വെന്തുരുകി അവൾ. അവന്റെ തുമ്പപ്പൂവ്, ആ കുഞ്ഞുമുഖം, അവന്റെ മുഖത്തോട് ചേർന്ന ചുണ്ടുകൾ, അവന്റെ നെറ്റിയിൽ മെല്ലെ ഒരു പൂവ് കൊണ്ട് ഒഴിയും പോലെ ഒന്ന് തൊട്ടുമാറി. അച്ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ളൊരു സമ്മാനം തന്നാൽ മതി, തുമ്പ ചിരിയോടെ പറഞ്ഞു. എനിക്ക് ഇഷ്ടമുള്ളത് എന്റെ തുമ്പപ്പൂവിന് ഇഷ്ടമായില്ലെങ്കിലോ? ആകും. എന്റെ അച്ചേട്ടന് എന്തിഷ്ടാണോ അതെല്ലാം തുമ്പക്ക് ഇഷ്ടാവും. ആദിയുടെ കൈപ്പിടിയിൽ നിന്നും ഓർന്നിറങ്ങിക്കൊണ്ട് തുമ്പ പറഞ്ഞു. നീ എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടതല്ല കേട്ടോ പൂവേ. അച്ചേട്ടൻ അറിഞ്ഞുകൊണ്ട് നിന്നെ വിട്ടതാണ് കോളേജിൽ പോകാൻ വേണ്ടി. കമിഴ്ന്ന് കിടന്ന ഒരു ചിരിയുടെ ആദി പറഞ്ഞു. അച്ചേട്ടന് ഹോസ്പിറ്റലിൽ പോകുന്നില്ല, ലീവാണോ? ലീവ് അല്ലടാ, ഇന്ന് നമ്മുടെ കല്യാണത്തിന് വേണ്ടി ലീവ് എടുക്കും. ഒരു 2 ആഴ്ച ഫുൾ ടൈം ഞാൻ എന്റെ തുമ്പപ്പൂവ് മാത്രം. ആദി പറഞ്ഞുകൊണ്ട് തന്നെ ബെഡിൽ നിന്നും എഴുന്നേറ്റ് തുമ്പയ്ക്കരികിൽ അവൾ പറ്റിച്ചേർന്ന് നിന്നും കണ്ണുകളിൽ ഉറ്റുനോക്കി. ആ നോട്ടത്തിൽ ആദ്യമായി തുമ്പ പതറി മുഖം കുനിച്ചു. അത് കണ്ട് ആദി പുഞ്ചിരിച്ചു. തുമ്പേ, കല്യാണത്തിന് സമ്മതമാണല്ലോ എന്റെ പൂവിന്? മൂടിയാൽ പോരാ, വായ തുറന്ന് പറയണം. സമ്മതമാണ്. എന്റെ അച്ചേട്ടൻ്റെതാവാൻ തുമ്പയ്ക്ക് 100 വട്ടം സമ്മതമാണ്. ആദി തുമ്പയെ ആഞ്ഞൊന്ന് പുണർന്നു. ആ ചിവിയിൽ ചുണ്ടമർത്തി മുത്തി. ഒന്ന് മുത്തിയ ശേഷം കാറ്റുപോലെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഇതുവരെ അറിയാത്ത ഒരാലസ്യത്തിൽ തുമ്പ ഭിത്തിയിലേക്ക് ചാരിപ്പോയി. ഇന്ന് തുമ്പയ്ക്കും ആദിക്കും വിവാഹ ഡ്രസ്സും ആഭരണവും എടുക്കാൻ പോവാണ്. എല്ലാവരും ഉണ്ട്. എനിക്ക് കുറേ സ്വർണ്ണമൊന്നും വേണ്ട അച്ഛേ, അമ്മയോടൊന്ന് പറയോ? പാലയ്ക്ക മാലയും ലക്ഷ്മി മാലയും മുല്ലമുട്ടു മാലയും ഒക്കെ എടുത്ത് തുമ്പയുടെ കഴുത്തിൽ വെച്ച് ഭംഗി നോക്കുന്ന ഗൗരി കേൾക്കാതെ തുമ്പ മഹിയോട് പറഞ്ഞു. നിങ്ങൾ രണ്ടാളും ജനിച്ച് പെൺകുട്ടികളാണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ സ്വപ്നം കണ്ട നിമിഷങ്ങൾ ഒന്നാണ് നിങ്ങളുടെ വിവാഹത്തിന്റെ സ്വർണ്ണെടുപ്പ്. അത് അമ്മയുടെ അവകാശം ആഗ്രഹവുമാണ് മോള്. എതിർക്കണ്ട, അവളുടെ ഇഷ്ടത്തിനെടുക്കട്ടെ. തുമ്പയുടെ തലയിൽ തലോടി മഹി പറഞ്ഞു. അപ്പോ അവന്റെ കണ്ണുകളിൽ ഗൗരിയോടുള്ള സ്നേഹം മലയടിച്ചു. തുമ്പ പിന്നെ എതിർപ്പൊന്നും പറയാതെ നിന്നു. കുറേയേറെ സ്വർണം വാങ്ങിച്ച് തുമ്പയ്ക്ക് ഇഷ്ടമായ മോളെ നിനക്ക്? ഇഷ്ടമായി. തുമ്പ തലയാട്ടി. ഇതൊക്കെ അണിഞ്ഞ് അമ്മയുടെ കുഞ്ഞു രാജകുമാരി പോലെ ഒരുങ്ങിയിറങ്ങണം കേട്ടോ, അതാണ് അമ്മയുടെ ആഗ്രഹം. തുമ്പയും ചേർത്ത് പിടിച്ച് നെറുക്കിൽ ഉമ്മ വെച്ചു. അമ്മേ, ഞാനും മൈനയും കൂടെ ഗൗരിയുടെ കൈകളിൽ ഓടിക്കയറി. ഇതൊക്കെ കണ്ട ഒരു ചിരിയോടെ എല്ലാവരും കൂടെ കുഞ്ഞാറ്റയ്ക്കുള്ള സ്വർണവും കൂടെ എടുത്തു. ഇനി ഒരു വരവ് വരണ്ടല്ലോ എന്ന പോലെ. പിന്നെ താലിയും മാലയും എടുത്തത് ആദ്യയുടെയും തുമ്പയുടെയും ഇഷ്ടത്തിനാണ്. പേരെഴുതിയ മോതിരവും അതേപോലെ ഇരുവരും ഇഷ്ടപ്പെട്ടത് നോക്കിയെടുത്തു. പിന്നെ ഫുഡ് കഴിച്ചിട്ടാണ് ഡ്രസ്സ് എടുത്തത്. കല്യാണത്തിന് ഡ്രസ്സ് എടുപ്പ് കഴിഞ്ഞപ്പോൾ രാത്രിയായിരുന്നു. എന്റെ മൈനമോളെ, നിന്നെ ഈ ജന്മം സാരി കൊടുത്ത് കാണാൻ പറ്റുമെന്ന് അച്ഛയ്ക്ക് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു. എന്തായാലും എന്റെ ആഗ്രഹം നടക്കും. എന്റെ മോളും ഒരു പെൺകുട്ടിയായി അച്ഛയുടെ മുന്നിൽ നിൽക്കുമല്ലോ. അച്ഛേ, കളിയാക്കണ്ട. ചിലപ്പോ എനിക്ക് തുമ്പയുടെ കല്യാണത്തിന് ജീൻസ് ഇടാൻ തോന്നിയാലോ? അപ്പോ അച്ഛൻ എന്ത് ചെയ്യും? മഹിയെ നോക്കി ഒരു കള്ളച്ചിരി ചിരിച്ചുകൊണ്ട് മൈന പറഞ്ഞു. ചതിക്കല്ലേ പനെ, നീ സാരി കൊടുത്ത് കാണാൻ അല്ലെങ്കിൽ ഒരു പാവാടയും ബ്ലൗസ് ഇട്ട് കാണാനൊക്കെ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ടടി. ആദ്യം ഒറ്റക്കണ്ണിറക്കി ചിരിച്ചുകൊണ്ട് മൈനയോട് പറഞ്ഞു. അങ്ങനെ ഇപ്പോ ആരാണാവോ എന്നെ കാണാൻ മുട്ടി നിൽക്കുന്നത്? തുമ്പയുടെ തോളിൽ ചാഞ്ഞു കിടന്ന മൈന ചോദിച്ചു. അതൊക്കെയുണ്ട് കുഞ്ഞേ, നിനക്കറിയാത്ത പല കാര്യങ്ങളും ഇവിടെയുണ്ട്, അതറിയോ? എനിക്കറിയേണ്ടോന്നും. പെട്ടെന്ന് പോവോ? മനുഷ്യന് ഉറക്കം വരുന്നോ? മൈന കലിപ്പായതോടെ ആദിയും മഹിയും സൈലന്റായി. ആ രാത്രിയും സന്തോഷത്തോടെ കഴിഞ്ഞു പോയി. 3-4 ദിവസങ്ങൾ കൂടെ കഴിഞ്ഞ് വേണ്ടപ്പെട്ടവരെയൊക്കെ കല്യാണം വിളിച്ച് അമ്പലത്തിന്റെ കൂടെയുള്ള ഓഡിറ്റോറിയം തന്നെ ബുക്ക് ചെയ്തു. ഫുഡൊക്കെ കേറ്ററിംഗറെ ഏൽപ്പിച്ചു. അങ്ങനെ ഓരോന്നായി മഹിയും ശംഭുവും ചേർന്ന് ചെയ്തു. കൂടെ അരുണും സിബിനും എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നു. മഹിയേട്ടാ, ഓടി നടന്ന് വയ്യാണ്ടായല്ലേ? മഹിക്കരികിൽ വന്നിരുന്ന് ഗൗരി ചോദിച്ചു. അതെന്താ ഗൗരി നീ അങ്ങനെ ചോദിച്ചത്? നിന്റെ മഹിയേട്ടൻ ഇപ്പോഴും നല്ല സ്ട്രോങ് അല്ലേ? നിനക്ക് സംശയമുണ്ടോ ഗൗരി? ഗൗരിയുടെ കഴുത്തിലൊന്ന് ഉമ്മ വെച്ചുകൊണ്ട് മഹി ചോദിച്ചു. ഈ മഹിയേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാ? വഷളൻ ആടി, ഇപ്പൊ ഞാൻ വഷളനെ ഇതൊക്കെ ചെയ്യുമ്പോ? അയ്യേ, ഈ മഹിയേട്ടന്റെ നാളെ കഴിഞ്ഞ കൊച്ചിന്റെ കല്യാണമാണ്. അത് കഴിഞ്ഞാൽ ഉടൻ അടുത്ത ആളുടെയും കാണും. വയസ്സായി. അപ്പോഴാണ്. ആർക്കടി വയസ്സായത്? ഇവിടെ വാടി, ഞാൻ കാണിച്ചു തരാം വയസ്സായോ എന്ന്. ഗൗരി വാരിയെടുത്ത മടിയിലെത്തി ആ ചൊടികൾ കവർന്നെടുത്തു മഹി. ഒന്ന് പിടഞ്ഞുയർന്ന ഗൗരിയെ ചുറ്റി വരഞ്ഞ് ബെഡിലേക്ക് ചാഞ്ഞു മഹി. ഏറെ നേരത്തിന് ശേഷം ആ നെറുക്കിലൊന്നും മുത്തിക്കിതപ്പോടെ അവൾ നിന്ന് മലർന്നു മാറി വിയർപ്പിൽ കുതിർന്ന അവനെ നെഞ്ചിലെടുത്ത് കിടത്തി. ഗൗരിയെ, ഇപ്പൊ തോന്നുന്നുണ്ടോ
ഗൗരി മഹിയേട്ടൻ വയസ്സായിന്ന്. ഈ മഹിയേട്ടൻ ഒന്ന് ചുമ്മാതിരിക്കോ? അവന്റെ നെഞ്ചിൽ നോവിക്കാതെ കടിച്ച് ഗൗരി. മഹി ഒരു ചിരിയോടെ ഗൗരി കോരിയെടുത്ത് ബാത്റൂമിൽ കയറി. ഇന്നാണ് മൈനിയുടെയും തുമ്പയുടെയും പിറന്നാൾ. രാത്രി 12 മണിക്ക് പതിവ് പോലെ രണ്ടാളെയും വിളിച്ചുണർത്തി കേക്കൊക്കെ കട്ട് ചെയ്യിപ്പിച്ചു ആദി. പിന്നെ കിടന്നുറങ്ങി. പോയ രണ്ടിനെയും രാവിലെ ആദ്യം വിളിച്ചുണർത്തി അമ്പലത്തിൽ പോകാൻ റെഡിയാവാൻ. രണ്ടിനെയും മൈന മടിയോടെ കുളിക്കാൻ കയറി. ആദ്യം വാങ്ങിക്കൊടുത്ത ധാവണിയാണ് തുമ്പ കൊടുത്തത്. പിങ്കും കറുത്ത നീലയും ചേർന്ന കോമ്പിനേഷൻ മൈനയെ വല്ലാതെ സുന്ദരിയാക്കി ഗൗരി. അവളെ തല നിറയെ മുല്ലപ്പൂവ് ചൂടിക്കൊടുത്തു. അപ്പോഴാണ് മൈന ഒരു ജീൻസും ഷർട്ടും ഇട്ട് വന്നത്. അതും ആദ്യം ഇന്ന് ഇടാനായി അവൾക്ക് വാങ്ങിക്കൊടുത്തതാണ്. ഗൗരി ഇരുവരെയും ചേർത്ത് പിടിച്ചൊപ്പം ചേർന്നു മഹിയും. രണ്ടാളും ഇന്ന് സന്തോഷത്തോടെ ദീർഘായുസോടെ ഒരുമയോടെ ഇരിക്കണം കേട്ടോ. ഇരുവരെയും ചേർത്ത് പിടിച്ച് ഉമ്മ വെച്ചു മഹിയും ഗൗരിയും. അതെ മഹിപ്പ, ഗൗരിമ എന്നെ കൂടെ ഉമ്മ വെച്ച് അനുഗ്രഹിക്കുക, ഇല്ലെങ്കിൽ എനിക്ക് കുശുമ്പാവും. അവർക്കൊപ്പം ആദ്യം കൂടെ ഓടി വന്ന് ചേർന്നു. മഹിയും ഗൗരിയും അവനെ കൂടെ ചേർത്ത് പിടിച്ചു. ഇപ്പൊ ആദ്യേട്ടന് ഇത്തിരി കുശുമ്പ് കൂടുതലാണ് കേട്ടോ തുമ്പേ. അമ്പലത്തിൽ പോകുമ്പോഴേ കാറിലിരുന്ന് മൈന പറഞ്ഞു. ആണോ അച്ചേട്ടാ? കുശുമ്പുണ്ടോ അച്ചേട്ടന്? നിനക്ക് തോന്നിയോ അച്ഛന് കുശുമ്പുണ്ടെന്ന്? ഇല്ല കണ്ടോടി മൈനെ, എന്റെ കൊച്ചിന് എന്നെ നന്നായിട്ടറിയാം. ഒന്ന് മൂളിക്കൊണ്ട് ഇരുവരെയും നോക്കി ചിരിയോടെ ഇരുന്നു മൈന.